നമ്മൾ നമ്മുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യണിപ്പോൾ. ഇതാണ് നമ്മുടെ റൂം. ഞാൻ മൊബൈലൊക്കെ കൊണ്ട് ഇവിടെ ലഗേജ് ഇരിക്കുക, റെയിൻ കോട്ട് മേടിച്ചതിരിക്കുക. സോ ഈ ഒരു റേറ്റിൽ ഇവിടെ തന്നത് അത്യാവശ്യം റീസണബിൾ. രണ്ട് ഇപ്പം കുഞ്ഞുണ്ട്, ടുണ്ടൂടെ വന്നാൽ ടുണ്ടൂടെ കിടക്കാനുള്ള സ്ഥലമുണ്ട്. വാഷ്റൂമിൽ നമ്മുടെ വാഷ്റൂമിൽ ഹീറ്ററുണ്ട്. 2 ടവലുകൾ തന്നിട്ടുണ്ട് അല്ലേ? രണ്ട് ടവൽ, ഒരു ടവൽ, ഒരു ടവലുണ്ട്. അത്യാവശ്യം ബ്ലാങ്കറ്റും ഒക്കെ വൃത്തിയുള്ള സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു. റൂമിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് ഗൈസ്. എൻഡ് ഓഫ് ദ നമ്മൾ ബോംഡിലെത്തി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ എന്താ പറയുമ്പോൾ ബോംഡില മോണസ്ട്രി. ഗൈസ് ഞങ്ങൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ. സീ ദിസ്. नहीं बोला. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ വ്യൂ. വാവ്. ഒരു മോൺസ്ട്രിയിലേക്ക് പോകാൻ പോവാ. നോക്കാം ഗൈസ്. ഇവിടെ വന്നുകൊണ്ട് ഈ ദീദി ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു ചായ തന്നു. ദേണ്ടേ नहीं कुछ दिन पहले आया था ना, थोड़ा गर्मी था. हाँ नहीं ये मेरा हम तो यानी नया ये तो मुझे मेरा बहू बुआरी ना बहू जो उसके बाद हम आए 4 दिन हो गया. कई लोग बस्ती की लड़की, नेपाली लड़की है, काठमांडू के नेपाली है. सुपर गाइस. काठमांडू गाँव जो मेरा हमें वहाँ पर है ना, तो ट्रिप को आगे कर देंगे. चियर्स. ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രി. ഇത് കുറച്ച് അണ്ടർഗ്രൗണ്ടിലേക്ക് വരണം. 2-3 साल पहले था. അവർ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് മുകളിലേക്കാണ് കയറേണ്ടത്. അർബൻ ഹോംസ്, ഇതിൻ്റെ പേര് അർബൻ ഹോംസ് എന്നാണ് തോന്നുന്നു. നിങ്ങൾ ഈ ബോംഡിലായതോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. ഇത് സസ്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി, പക്ഷെ നല്ലതാണ് അല്ലടാ? Yes, of course. Hey guys, നമ്മളിപ്പോൾ ബോംഡില മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 5 മണിയായിട്ടില്ല കേട്ടോ. പക്ഷേ പ്രതീതി നോക്കിക്കേ, 5 മണിയുടെ പ്രതീതിയാണ്. ഓ മൈ ഗാഡ്, ഫുള്ള് ഫോഗ് നിറഞ്ഞ് ആകെ എന്താ പറയുക, സൂപ്പർ അടിപൊളി വെതറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതിൽ ബെസ്റ്റ് പ്ലേസ്. ഇനി ഇതുപോലെ ബെസ്റ്റ് പ്ലേസുകൾ ഉണ്ടാവും, പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മൊണാസ്ട്രി ആണോ എന്ന് എനിക്കറിയത്തില്ല. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കുടുംബക്കാരാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. ഓൾറെഡി ഉള്ള ചങ്കുകളെ ലൈക്കും കമൻറ്റൊക്കെ കുത്തിപ്പൊട്ടിക്കടാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബോംഡില ബുദ്ധിസ്റ്റ് മോൺസ്ട്രിയിലാണ്. ഇത് 1965 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ബോംഡില ടൗണിൽ തന്നെയാണ്. ഇത് നമ്മുടെ തൊട്ടപ്പുറത്താണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഫുള്ള് ഓൾറെഡി ഫോഗായി കഴിഞ്ഞു. നമുക്കറിയില്ല. ഇവിടെ രാവിലെ 7 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഇത് ചാലു ആവുന്നത്. ഇതാണോ എന്ന് പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. വഴി പ്രശ്നം എന്താ പറയുക, ഫോഗ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിന് 3 പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 3 പാർട്സ് എന്ന് 3 ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ പ്രയോറിറ്റി ഞാൻ നാളെ രാവിലെ നെക്സ്റ്റ് ഡേ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറ്റുന്നിടത്തോളം ഇത് കവർ ചെയ്യുക. അപ്പം ലൈറ്റ് ഉണ്ട് കുറച്ചൊക്കെ. അകത്തേക്കൊരു മെയിൻ സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റർ ചെയ്യുക, പ്രാർത്ഥിക്കുക. ബുദ്ധം ശരണം ഗച്ഛാമി ഞാൻ പറയുന്നത് അല്ലടാ, അങ്ങനെയല്ല വരുന്നത്. സോ ഇയാൾക്കൊന്നും അറിയില്ല. സോ ശിശുവാണ്, കുട്ടിയാണ്. കുട്ടികളെ നമുക്ക് വെറുതെ വിടാം. സി ഗൈസ്, ഈ കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ്. നമുക്കിതിനെക്കുറിച്ച് വലുതായിട്ടൊരു ക്ലാരിറ്റി ഇല്ല, പക്ഷേ ബുദ്ധനെക്കുറിച്ചും ബുദ്ധൻ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ്, എങ്ങനെയാണ് തൊള്ളി ബന്ധായോ? ഇത് ബന്ധായെങ്കിൽ നമുക്കത് പണിയാണ്. ഇവിടെ പ്രാർത്ഥന ഹാളൊക്കെ അല്ല, പ്രാർത്ഥന ഹാള് ബന്ധമല്ല ഗൈസ്, പ്രാർത്ഥന ഹാൾ ഓപ്പണാണ്. അതെ, ഷൂരി ഇവിടെ വയ്ക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. ഇവിടുത്തെ ക്യാമറ അലൗഡ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇതാണ് ഈ ആർട്ട് വർക്കൊക്കെ നിങ്ങൾ നോക്കി. പ്ലീസ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇവിടാണ് ചുടഞ്ഞൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ആ ഒരു സിറ്റുവേഷനാണ്. അതായത് ബുദ്ധൻ, നമ്മുടെ ദലൈലാമ ഇരിപ്പുണ്ട്. ഇപ്പോഴത്തെ
ഇവിടെ 3 പാർട്ടുണ്ടല്ലോ, ലോവർ ഗോംബ, മിഡിൽ ഗോംബ, അപ്പർ ഗോംബ. ലോവർ ഗോംബ എന്ന് പറയുന്നത് നമ്മുടെ ഈ മാർക്കറ്റ് സൈഡിലുള്ളതാണ്. മിഡിൽ ഗോംബ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഈ അസുഖങ്ങളൊക്കെ മാറ്റുന്ന ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് പോകുന്നു നോക്കാനായിട്ട്. ഇതിപ്പോൾ അപ്പർ ഗോംബയാണ്. ഇവിടെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള മറ്റേ ബുദ്ധൻ്റെ സ്റ്റാച്യുവും മറ്റേ പ്രയറും മറ്റും ഇരിക്കുന്നത്. ഇക്കാലത്തേക്ക് എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ചിട്ട് പോകാം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇതുവരെ എനിക്ക് ഇവിടെ ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നമുക്കാരുമില്ല. സോ 7 മണി തൊട്ട് മോർണിംഗ് വൈകുന്നേരം 6 മണി വരെയാണ് ഇതുള്ളത്. നമുക്ക് ബാക്കി കാണാം. ഇവിടെയാണ് മെയിൻ. ഇവിടെയാണ് മറ്റേ ലേണിങ്ങും ടീച്ചിങ്ങും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് ഗൈസ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇതിൻ്റെ അപ്പർ ഗാംബ കഴിഞ്ഞു. ഇനി നമുക്ക് മിഡിൽ ഗാംബയും ലോവർ ഗാംബയും കാണാനുണ്ട്. അതെവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് മഹായാന ബുദ്ധിസത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു എന്താ പറയുക സെൻ്ററാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മീൻസ് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്. ഇവിടെ ഇപ്പോഴും ചെറിയ മഴപ്പാറ്റിലുണ്ട്. അപ്പം എന്താ പറയുക, ഒരു വളരെ സ്പിരിച്വലായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടൊരു എക്സ്പീരിയൻസാണ്. ഇപ്പം സമയം വന്നിട്ട് 5 മണി ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മേഘാലയക്കാലം ആസാമിനേക്കാൾ കഷ്ടമാണ് അരുണാചൽ. നമുക്ക് നോക്കാം പിന്നെ മിഡിൽ ഗാംബ എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ നാളെ പകൽ വന്നിട്ട് നോക്കാം. സോ നമ്മളിവിടെ ഇപ്പോഴും മഴപ്പാട്ടിലുണ്ട്. നമ്മൾ അത് അടച്ചു കേട്ടോ. ഓക്കെ. ഇവിടെ 6 മണി. ഓക്കെ, ഞങ്ങളുടെ മുഖം കണ്ടുകൂടാ. ഓക്കെ, ഇവിടെ ലൈറ്റിലേക്ക് 5:02. ഓക്കെ, നിൽക്കുക. എന്താ പറയുക, ഒരു 6 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും 5 മണിയായപ്പോൾ ഒള്ളി അടച്ചു കഴിഞ്ഞു. കാരണം ഈ ഇരുട്ട് കഴിക്കുന്നത് അതാകണം മിഡിൽ ഗാംബ. ഓക്കെ, ഒരു അസുഖങ്ങളുടെ മാറ്റിത്തരുന്നത്. അതേണ്ടേ എവിടെ അസുഖങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ ഡെറാഡൂൺ മോൺസ്ട്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സെയിം സാധനം. ഇതാണ് എനിക്ക് തോന്നുന്നു അവർ മിഡിൽ ഗാംബ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു, അസുഖങ്ങളൊക്കെ മാറ്റാനുള്ളത്. എന്തായാലും നമുക്കതൊന്ന് ചെയ്തു നോക്കാം. എല്ലാ അസുഖങ്ങളും മാറ്റി എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും തരട്ടെ. കുഴപ്പമില്ല, ഞങ്ങളിത് കറക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മുഖം കണ്ടിവിടെ ഇരുട്ടാണ്, അതുകൊണ്ട് കറക്കി. നമുക്ക് അടുത്ത് പോകുന്നത് എന്താ പറയുക, താഴെ ഇതും കറക്കണം ഗൈസ്. ഞങ്ങളിത് കറക്കാൻ തുടങ്ങുകയാണ്. ഈ സാധനം ഇത് കറക്കുന്ന സർവൈശ്വര്യങ്ങളും എൻ്റെ തരുമെന്നും എൻ്റെ അസുഖങ്ങൾ മാറുമെന്നൊക്കെയാണ് പറയുന്നത്. ചേട്ടൻ അത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബാക്ക് ക്യാമറയിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അതാണ് ഞാൻ ദൗത്യം ഏറ്റെടുത്തത്. ഇതിങ്ങനെ കറക്കിയാൽ അസുഖങ്ങൾ മാറുകയാണ് പറയണത്. അകത്തെ മറ്റേ കണ്ടായിരുന്നല്ലോ ശരിക്കും കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതായിരിക്കും തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അവിടെ ഒരു സാധനമുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോകാം. കറണ്ട് പോയി ഗൈസ്. കറണ്ട് പോയി. നാളെ ഇതിൻ്റെ ഒരു നമ്മളൊരു വേറൊരു വിഷ്വലിൽ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ബോംബില മോൺസ്ട്രിയിൽ നിന്നും ഗൈസ് പിടയ്ക്കുന്ന മൂടൽ മഞ്ഞ് കണ്ടിട്ടുണ്ടോ ഗൈസ്? അരുണാചലെ ബോംബിലയുടെ മനോഹരമായ താഴ്വാര കാഴ്ചകൾ. ഇതാണ് ഈ താഴ്വാര കാഴ്ചകൾ. ഞങ്ങളിവിടെ എനിക്ക് സമയം കാര്യങ്ങൾ എനിക്കല്ല. ഇതിപ്പോൾ 6 മണി ആയിട്ടില്ലല്ലേ? 6 മണി. ഓക്കെ, 6 മണി ആയപ്പോൾ ഇതാണ്. നമുക്ക് നോക്കാം ഗൈസ്. പുറത്തേക്ക് പോയി നോക്കിയിട്ട് ഇവിടെ ആരും എണീറ്റിട്ടില്ല ഗൈസ്. മറ്റേ എന്താ പറയുക, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ഇന്നലത്തെ ആ വീഡിയോയുടെ ബാലൻസാണ്. ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ ബോംബില മോൺസ്റ്ററുടെ വീഡിയോ എടുത്തത്. അതിൻ്റെ മറ്റൊരു പോർഷനാണ്. കാരണം ഇപ്പോൾ ഡേ ടൈം വ്യൂ ആണ്. ഞങ്ങൾ തീർക്കാൻ രാവിലെ വന്നതായിരുന്നു.
ടൗൺ ക്ലോക്ക് ഇവിടെ ഒരുപാട് മോങ്സ് പഠിക്കുന്നുണ്ട്, അതായത് ബുദ്ധ സന്യാസിമാർ. അവരുടെ ഹോസ്റ്റലും ബാക്കിയുള്ള സെറ്റപ്പ് അതേൻ്റെ. ഇതിൻ്റെ ഒരു ഡേ ടൈം വ്യൂ ആണ്, നമ്മുടെ മോസ്റ്റയുടെ ഒരു ഡേ ടൈം വ്യൂ ആണിത്. ഇത് ഗൈസ് അവിടെയും വേറൊരു മോൺസ്റ്റർ ഉണ്ട്. കൊച്ചു കുട്ടികളെ വരെ പഠിക്കുന്നുണ്ട്, കുട്ടി മോൺസ് ഉണ്ട്. ഇത് അവിടെ ഒരു മോൺസ്റ്റർ ഉണ്ട്, മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നത്. ഒരുപാട് ദൂരം ഞാൻ സൂം ചെയ്ത് എടുക്കുന്നതാണ്. Monastic Institute on the Heart of Compassion Wild Lord. നോക്കൂ ഗൈസ്, നമ്മുടെ ഈ ബോംഡിലയുടെ ഒരു വാലി വ്യൂ ആണ്. ഇവിടെ മോൺസ്റ്ററിൽ നമ്മൾ കാണുന്നതാണ്. എനിക്കിത് എത്രത്തോളം എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ക്യാമറയിലേക്ക് നോക്കുന്നത് പോലും ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് ഈ കാഴ്ചകൾ കാണാൻ ശ്രമിക്കുന്നത്. വാവ്, വാട്ട് എ ബ്യൂട്ടി ഗൈസ്. ഒരുപാട് സ്ട്രെയിനും സ്ട്രഗിളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഇതൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്, സന്തോഷമാണ്. കാരണം ഈ ചെവി വേദന അല്ലെങ്കിൽ മുട്ടുവേദന ഇന്നലെ ബാക്ക് പെയിനും തുടങ്ങിയാണ് അത്ര നേരം ഇരുന്നിട്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്തിട്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ലൈഫിൽ വൺ ടൈം വ്യൂ ആണ്. അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെയും പിന്നെ യാത്രകൾ ചെയ്യണം. അതിനുവേണ്ടി കുറേ റിസ്ക്കും സ്ട്രെയിനും കുറക്കാൻ വേണ്ടി വില്ലിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ വീട്ടിലിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. സത്യം, നമ്മുടെ ചുറ്റും എന്തോരം മനോഹരമായ കാഴ്ചകളൊന്നും അറിയൂ നിങ്ങൾക്ക്. നമ്മളിപ്പോൾ അരുണാചലിൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ്ങിലായിട്ടുള്ളൂ, കാൽഭാഗം എത്തിയിട്ടേ ഉള്ളൂ. കാൽഭാഗമായിട്ടില്ല, സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും. അതാ നമ്മുടെ മാത്രം കൾച്ചറല്ല. നമ്മുടെ ഈ സദ്യ കഴിക്കുന്ന മാത്രമല്ല, നമ്മൾ ചോറും മീനും കഴിക്കണം, അല്ലെങ്കിൽ ചിക്കനും പൊറോട്ടയും കഴിക്കുന്ന മാത്രമല്ല കൾച്ചർ. നമ്മുടെ ഒരു ബാക്ക് വാട്ടേഴ്സും അല്ലെങ്കിൽ ഒരു ഹിലേരിയോ അല്ല, ഹൈറേഞ്ചും അല്ല കൾച്ചർ. ഒരുപാട് പുതിയ പലതരത്തിലുള്ള കൾച്ചറും പലതരത്തിലുള്ള ട്രൈബ്സും പലതരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈവേഴ്സിഫൈഡുള്ള ഒരു രാജ്യമാണ്. ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി അല്ലേ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. രാജ്യങ്ങളിൽ ഒരു ജാതിയുള്ള, ഒരു മതമുള്ളൂ, ഏകദേശം ഒരേപോലെയാണ് എല്ലാം. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തുനിന്ന് പോകണമെങ്കിൽ ഇന്റേണൽ പെർമിറ്റ് വേണം. പിന്നെ ഓരോ കൾച്ചേഴ്സ് ഭയങ്കര ഡിഫറെന്റ്. പക്ഷെ ഓവറോൾ ഞങ്ങൾ നമ്മൾ എത്ര എക്സ്പ്ലോർ ചെയ്തെന്ന് പറഞ്ഞാലും തീരാത്ത പോലെ കിടക്കാണ്. പക്ഷേ ഓവറോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അതാ കാരണം ഇത്രയൊക്കെ സ്ട്രെയിൻ എടുത്തിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടും ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ പുഷ് ചെയ്യണം. നമ്മുടെ ബൗണ്ടറീസ് എന്താ പറയുക, ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ഇതാണ്, മൊമെൻ്റാണ്. അതൊരു റിയലി എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാം കയ്യിലെത്തുന്ന അതൊന്ന് നമ്മളിങ്ങനെ വരുന്നു, നമുക്കുള്ള ഭക്ഷണം കഴിക്കുന്നു. ചിലപ്പോൾ ഭക്ഷണം ഒരു നേരം കഴിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെ വെറും ഡേർട്ടി ആയിട്ടുള്ള വാഷ്റൂമിലായിരിക്കും പോകേണ്ടി വരാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ടായി. അതെനിക്കൊരു വലിയ ട്രോമയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണെന്ന്. അത് ആ ഒരു ഇതിലേക്ക് ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്കൊരു ഓവറോൾ അത് തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഗൈസ്. എന്താ പറയുക, ഞാൻ ക്യാമറ നോക്കുന്നത് മറ്റൊന്നും പറയാം കേട്ടോ. കാരണം ഞാൻ വേറെ ഫ്രണ്ടിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക ഗൈസ്. നിങ്ങൾ നോക്കി എന്ത് പറയാം, വല്ലാത്തൊരു രസമെന്നേ. ബൈ ഗൈസ്.